ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സോപ്പ് പൊടി തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 5 കിലോയുടെ സോപ്പ് പൊടിയാണ് കേട്ടോ ഇത്. 5 കിലോ സോപ്പ് പൊടി വളരെ എളുപ്പത്തിൽ, വളരെ ക്വാളിറ്റിയോടുകൂടി, ലാഭകരമായിട്ട് അരമണിക്കൂർ കൊണ്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ നിങ്ങൾ വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ അരമണിക്കൂർ കൊണ്ട് സോപ്പ് പൊടി തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സോപ്പ് പൊടിയുടെ ഒരു കിറ്റ് വാങ്ങിയിട്ടുണ്ട്. ഈ കിറ്റിൽ 6 ഐറ്റംസ് ഉണ്ട്. ഈ ഓരോ ഐറ്റംസിനും 1, 2, 3, 4, 5, 6 ഇങ്ങനെ നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സോഡ ആഷാണ് കേട്ടോ. ഈ ഒന്നാമത്തെ ഐറ്റമാണ് സോഡ ആഷ്. അപ്പോൾ ഇത് നമുക്ക് സോപ്പ് പൊടി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ലറി ഉണ്ട്. അപ്പോൾ ഈ സ്ലറി ഈ സോഡ ആഷിലോട്ട് നമ്മൾ ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു സ്ലറി എന്ന് പറയുന്നത്. ഇത് ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്ന വാഷിംഗ് പൗഡർ അല്ലെങ്കിൽ സോപ്പ് പൊടി നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ സ്ലറിയാണ്. നമ്മൾ നല്ല സ്ലറിയാണ് ഉപയോഗിച്ചാൽ ഗുണമേന്മയുള്ള ക്വാളിറ്റിയുള്ള ആ ഒരു സോപ്പ് പൊടി നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ സ്ലറി കൊള്ളില്ല എങ്കിൽ വളരെ മോശമായിരിക്കും നമ്മുടെ സോപ്പ് പൊടിയുടെ അവസ്ഥ. അപ്പോൾ നമ്മൾ ഈ 2 സാധനങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇത് സോഡിയം സൾഫേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ സോഡിയം സൾഫേറ്റ് 3 നമ്പർ ഇട്ടിട്ടുണ്ട്. ഓരോ ഐറ്റത്തിനും അതാത് നമ്പർ ഇട്ടിട്ടുണ്ട്. ഒരു കൊച്ചുകുട്ടിക്ക് പോലും തയ്യാറാക്കാം എന്ന് വെച്ച് കൊച്ചു കുട്ടികളൊന്നും ഇതെടുത്തിട്ട് തയ്യാറാക്കരുത്, പണി കിട്ടും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഗ്ലൗസും അതുപോലെ മാസ്കും ഒക്കെ ഉപയോഗിക്കണം കേട്ടോ. അങ്ങനെ വേണം നമ്മളിതൊക്കെ ഉപയോഗിക്കാൻ. എപ്പോഴും നമ്മുടെ ഒരു സേഫ്റ്റി കീപ്പ് ചെയ്ത് വേണം ഈ ഒരു സാധനങ്ങൾ വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ 4-ാം നമ്പർ സാധനമാണ്. ഇത് 4-ാം നമ്പർ സാധനം എന്താണെന്ന് അറിയാവോ? ഇത് വെറും ഉപ്പാണ്. അപ്പോൾ നമ്മൾ ഇത്ര ഐറ്റംസ് 4 ഐറ്റമായി. ഇനി 5-ാമത്തെ ഐറ്റം എന്താണെന്ന് നോക്കാം. ഈ 5-ാമത്തെ ഐറ്റം എന്ന് പറയുമ്പം ഇത് കണ്ടില്ലേ, ഇത് തരി പോലെ ഇരിക്കുന്ന കളറ് നമുക്ക് ഇത് കാണുമ്പോൾ മറ്റേ കുഞ്ഞ് കടുക് മണിയിൽ കളർ ചേർത്ത് വെച്ചിരിക്കും പോലെ ഇത് ഉപ്പിനകത്ത് കളർ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 5-ാമത്തെ ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒരു ഐറ്റം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതുകൂടി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് പൊടിയുടെ നിർമ്മാണം തീർന്നു എന്ന് പറയാം. അപ്പോൾ അവസാനത്തെ ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് സോപ്പ് പൊടിക്കൊരു മണം കിട്ടുമല്ലോ, അത് നമ്മളിടുന്ന ആ ഒരു പെർഫ്യൂം അനുസരിച്ചാണ് സോപ്പ് പൊടിക്ക് കറക്റ്റ് മണം ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ പെർഫ്യൂം നല്ലതാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സോപ്പ് പൊടി എന്ന് പറയുന്നത് നല്ല മണത്തോടു കൂടിയ സോപ്പ് പൊടിയായിരിക്കും. ഇനി നമ്മുടെ പെർഫ്യൂമിൻ്റെ ആ ഒരു സ്മെല്ല് കുറവാണ് എങ്കിൽ നമ്മുടെ സോപ്പ് പൊടിക്ക് ഈ പറയുന്ന ആ ഒരു മണമൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇനി ഈ ഒരു സാധനം ഉണ്ടാക്കാം. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ പ്ലാസ്റ്റിക് സാധനങ്ങൾ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് പെയിൻറ്റ് ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റീൽ പാത്രങ്ങളിലൊന്നും നമ്മൾ ഈ വക കാര്യങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. അപ്പോൾ ഇത് നമ്മൾ പ്ലാസ്റ്റിക് ബക്കറ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഒരു സോഡ ആഷ് അങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കണം. അപ്പോൾ പൊടിയൊന്നും പറക്കാതെ വേണം നമ്മളിത് മാസ്കൊക്കെ ഉപയോഗിച്ച് ഒന്ന് തട്ടിയിട്ട് കൊടുക്കുക. വളരെ താഴ്ത്തി നമ്മളിത് തട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സോഡ ആഷ് 1-ാമത്തെ ഐറ്റം നമ്മൾ ഇതിലേക്ക് തട്ടിയിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് നല്ലതായിട്ട് ഇനി തട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ഐറ്റം എടുത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2-ാമത്തെ ഐറ്റം എന്താണെന്ന് നമ്മൾ ആദ്യമേ തന്നെ വീഡിയോയിൽ കാണിച്ചായിരുന്നു. എന്തായിരിക്കും? അപ്പോൾ നമ്മുടെ സ്ലറിയാണ് കേട്ടോ 2-ാമത് നമ്മൾ ഇതിലിടേണ്ടത്. അപ്പോൾ നമ്മൾ സ്ലറി എടുത്തിരിക്കുകയാണ്. ഈ സ്ലറി ഈ ഒരു ബക്കറ്റിലിരിക്കുന്ന സോഡ ആഷിലേക്ക് നമ്മൾ പകർന്ന് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ വീത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ വീത്തിയതിന് ശേഷം നല്ലതുപോലെ ഇത് നമ്മൾ അത് വാർന്ന് വീഴത്തക്ക രീതിയിൽ നമ്മളിതിനെ നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ സൂക്ഷ്മതയോടുകൂടി ഇതിനെ ഇളക്കണം.
അപ്പോൾ ഇതിന് ഇളക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കമ്പോ കൊണിയോ എന്തെങ്കിലും ഒരു സാധനം എടുക്കുക, അതെടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. നമ്മളിവിടെ PVC പൈപ്പിൻ്റെ ഒരു PVC പൈപ്പിൻ്റെ മുറിച്ചെടുത്ത ഭാഗം അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കുക, എല്ലാ ഭാഗത്തും ഇളക്കെത്തണം, അത് നിർബന്ധമാണ്. അപ്പോൾ നല്ലതുപോലെ ഇത് ഇളക്കി നന്നായിട്ട് ഇത് ഓരോ മൂലയിലും നമുക്ക് ഈ സ്ലറി എത്തണം. ആ രീതിയിൽ നമ്മൾ പുട്ടിന് മാവ് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് പോലെ നമ്മളിത് നന്നായിട്ട് അങ്ങോട്ട് കുഴയ്ക്കുക. നല്ലതുപോലെ കുഴച്ച് നല്ല പരുവത്തിന്, നല്ല പുട്ടിൻ്റെ ആ ഒരു വെള്ളം അധികമൊന്നുമില്ലാത്ത ഒരു തരിപ്പോടുകൂടിയ പാകം ആകുന്നത് വരെ നമ്മളിതിനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കുക. ഈ ഇളക്കുക എന്ന് പറയുന്നത് ഇതിലൊരു പണി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇളക്കെത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാഷിംഗ് പൗഡർ പണി പറ്റിക്കും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കണം. ഇത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഈ 10 മിനിറ്റോ 20 മിനിറ്റോ ഇത് നല്ല ചൂടാണ് കേട്ടോ. ഇത് നമ്മൾ ഈ സ്ലറിയും ഈ സോഡ ആഷും കൂടി അങ്ങോട്ട് ചേരുമ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ അത് ആറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 20 മിനിറ്റ് വെച്ചിരിക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 20 മിനിറ്റ് ഇത് ആറുന്നതിന് വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് മറ്റൊരു ബക്കറ്റ് എടുക്കാം. ആ ബക്കറ്റിലേക്ക് നമ്മൾ 3-ാം നമ്പർ, അതായത് നമ്മുടെ സോഡിയം സൾഫേറ്റ് ഈ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിനെ പൊട്ടിച്ച് ഇതിലോട്ട് ഈ ഒരു സോഡിയം സൾഫേറ്റ് നമ്മൾ തട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സോഡിയം സൾഫേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമ്മൾ വളരെ സേഫായിട്ട് തന്നെ നമ്മൾ ഇത് അതിലോട്ട് തട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ തട്ടിയിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സോഡിയം സൾഫേറ്റ് നമ്മൾ നല്ല ഉണക്ക ബക്കറ്റായിരിക്കണം കേട്ടോ. എല്ലാം പ്ലാസ്റ്റിക് സാധനത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാത്രങ്ങൾ നമുക്ക് സൗകര്യാർത്ഥം പ്ലാസ്റ്റിക്കിലുള്ള ഏത് സാധനം വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിതൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അടുത്ത ഉപ്പാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഉപ്പ് എടുത്തിരിക്കുന്നു. 4-ാം നമ്പറാണ് നമ്മുടെ ഉപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4-ാം നമ്പർ ഉപ്പ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നന്നായിട്ട് ഇതിനെ തട്ടി ഇട്ട് നന്നായിട്ട് നമ്മൾ ഇതും നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത അതേപോലെ തന്നെ ഈ സോഡിയം സൾഫേറ്റും അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ ഉപ്പും കൂടി നന്നായിട്ട് കൈവച്ച് തന്നെ ഇളക്കി യോജിപ്പിക്കുക. കൈവച്ചിട്ടാകുമ്പോൾ ഇതിൽ കുറേ തരിതരിപ്പൊക്കെ കാണും, കട്ടയൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ ഈ കട്ടയും തരിതരിപ്പും ഒക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി കൊടുക്കുക. നന്നായിട്ട് നമ്മൾ ഇത് നല്ലതുപോലെ പൊടിയായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ തിരുമ്മി യോജിപ്പിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നല്ല ഫൈനായിട്ട് അകം അടി മുതൽ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇളക്കി എത്തി നമ്മൾ അതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ യോജിച്ച് കഴിഞ്ഞാൽ, നല്ലതുപോലെ നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു സോഡ ആഷ്യം ആ ഒരു സ്ലറിയും കൂടി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കിയതിന് ശേഷം ആ ഒരു സോഡ ആഷ്യം ആ ഒരു സ്ലറിയും കൂടി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇതിലോട്ട് ഇട്ടതിന് ശേഷം വേണം നമ്മൾ ഇത് രണ്ടും കൂടി ചേർത്ത് വീണ്ടും ഇളക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കുകയാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഇളകി യോജിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു നമ്മൾ ആദ്യം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു ബക്കറ്റിലിരിക്കുന്ന സാധനം നമ്മൾ തട്ടിക്കൊടുക്കുക. അപ്പോൾ ഇത് ഇത് രണ്ടും കൂടി നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്.
നമ്മളിതിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ബക്കറ്റിൽ നിന്ന് നമ്മൾ മറ്റ് ബക്കറ്റിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ഇനി നമ്മൾ അടുത്ത് ഇളക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ രണ്ടും കൂടി നന്നായിട്ട് കുറച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കണം. അതും നമ്മൾ കൈവച്ച് തന്നെ ഇളക്കുന്നതായിരിക്കും നല്ലത്. കാരണം കൈവച്ച് ഇളക്കുമ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഓരോ കട്ടകളോ അല്ലെങ്കിൽ തരികളോ ഉണ്ട് എങ്കിൽ അത് കൈവച്ച് നമുക്ക് നന്നായിട്ട് തേച്ച് ഉടച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് തിരുമി അതിനെ യോജിപ്പിക്കുക. ആ ഒരു തിരുമലിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സോപ്പ് പൗഡറിൻ്റെ ആ ഒരു 4ാമത്തെ ഘട്ടമെന്ന് പറയുന്നത് ഈ ഒരു ഘട്ടമാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി ഇത് യോജിപ്പിക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇതിനെ നമ്മൾ നല്ലതുപോലെ അടിയിലേക്ക് പറ്റിയിരിക്കുന്നത് നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ യോജിപ്പിക്കണം. ഇതിനിടയിൽ ചെറിയ ചെറിയ തരികളൊക്കെ കാണും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് ഇളക്കി ഇങ്ങനെ കൈവച്ച് തിരുമ്മി കൊടുക്കുമ്പോൾ അതെല്ലാം അങ്ങ് അതുമായിട്ട് ചേരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു കളർ കാണിച്ചല്ലോ. നമ്മൾ ഈ സോപ്പ് പൊടിയൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നീലയും പച്ചയും ചുവപ്പും ഒക്കെ കലർന്ന ഒരു സാധനം കാണുമല്ലോ, ഒരു കളർ. അപ്പോൾ അതാണ് ഇവിടെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതാണ് ഈ ഒരു സാധനമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സോപ്പ് പൗഡറിന് കളറ് നൽകുന്നത്. അപ്പോൾ ഇത് പല കളറിലും ഇത് കിട്ടും. ഇപ്പോൾ ഇവിടെ നമുക്ക് കൂടുതലും പച്ചയും റെഡും ഒക്കെ ചേർന്നൊരു കളറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉപ്പ് പല കളറും ചേർത്ത് വരുന്നതാണ് ഈ സംഭവം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് യോജിപ്പിക്കണം. അപ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. നല്ലതുപോലെ ഇളകട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളകിക്കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് പൊടി ഇവിടെ തയ്യാറാകും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം സോപ്പ് പൊടി. അപ്പോൾ തന്നെ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. നമ്മൾ ഉണ്ടാക്കിയ ഈ സോപ്പ് പൊടിക്ക് പിന്നെ ഇത് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ അതിന് ഗുണമേന്മ ഉണ്ടാകുന്നതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്കുള്ള ഒരു പെർഫ്യൂം ഉണ്ട്. ആ പെർഫ്യൂം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ പെർഫ്യൂം എന്ന് പറയുന്നത്. ആഹാ, നല്ല മണമാണ് കേട്ടോ. തുറക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സ്മെല്ല് വരുന്നുണ്ട്. ചെറുതായിട്ട് തുറന്ന് വരുമ്പോൾ തന്നെ ആഹാ നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ അതിൽ ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഭയങ്കര മണമാണ്, അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഗൈസ്. ആ രീതിക്ക് നല്ല മണം ഈ സോപ്പ് പൊടിയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടി യോജിപ്പിച്ച് നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ വളരെ ഗുണമേന്മയുള്ള ലാഭകരമായ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള സോപ്പ് പൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടോ, സോപ്പ് പൊടി, നമ്മുടെ സോപ്പ് പൊടി ഇവിടെ തയ്യാറായതാണ് ഗൈസ്. ഇതാണ് നമ്മുടെ സോപ്പ് പൊടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇനി നമുക്ക് ഇത് കറക്റ്റ് നമ്മൾ വിചാരിച്ചതുപോലെ പതയൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പം ഞാനിതാ ഒരു സ്പൂണോളം ഇതൊരു ബക്കറ്റിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതിന് പതയുണ്ടോ, നമ്മൾ ചെയ്ത സംഭവം നല്ലതാണോ എന്ന് നമുക്കറിയണമല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത് ഇട്ടപ്പോൾ തന്നെ പതഞ്ഞ് വരുന്നതാണ് കേട്ടോ. കുറച്ച് വെള്ളമേ വീത്തിയുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് പത. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് തുണി അലക്കാനുണ്ട്. അപ്പം നമ്മളിത് നമ്മുടെ കണ്ടോ പത നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ടാണ് അതിൽ കുറച്ച് വരുന്നുള്ളൂ. അപ്പോൾ ഇനി ഇതിനെ നമുക്കങ്ങ് വാഷിംഗ് മെഷീനിലോട്ട് കൊണ്ടിട്ടിട്ട് അതിൽ വെച്ചിട്ട് നമുക്ക് തുണികളിട്ട് അലക്കാം. ഇത് കണ്ടോ, അപ്പോൾ നന്നായിട്ട് പത വരുന്നുണ്ട്. വെള്ളം വീത്തിയപ്പോൾ തന്നെ നല്ലതുപോലെ പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ താങ്ക് യു.